പിന്നെ ജബ്ബാർ മൗലവിയുമായി ബന്ധപ്പെട്ട് ഇതിനോട് എന്ത് ചോദിച്ചാലും ഷിർക്കാന്ന് പറഞ്ഞുകൂടെ, അങ്ങനെ പറയുന്നുണ്ടോ, അതേപോലെ എന്ത് മാറ്റമാണ് ഇവർ 2012 കൊണ്ടുവന്നത് തുടങ്ങിയതിൽ ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ കോഴിച്ചിൽ എഴുതിയ മനുഷ്യ സംബന്ധിച്ച അഭൗതിക മദൃശ്യം എന്ന് എഴുതിയത് ഇതൊക്കെയാണ്. നമ്മൾ അസ്ലിയായി മനസ്സിലാക്കേണ്ടത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ്, ഭൗതിക വ്യവസ്ഥകൾക്ക് അതീതമായ കഴിവ്, അഭൗതികമായ കഴിവ് അല്ലാഹു തആലക്ക് മാത്രമേ ഉള്ളൂ. ഇതാണ് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയത്. നമ്മൾ നേരത്തെ മറുപടി പറഞ്ഞ മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഒരു തരത്തിലാണ്. അള്ളാഹിനെ കൊണ്ട് മാത്രം കഴിയുന്ന കാര്യങ്ങൾ, വ്യവസ്ഥകൾക്ക് അതീതമായ കാര്യം അള്ളാഹ്ക്ക് മാത്രമേ പറ്റൂ. വ്യവസ്ഥകളെ ഉള്ളിലുള്ള കാര്യമോ അല്ലാഹു തആല ഇവിടെ വ്യവസ്ഥ വെച്ചു, അല്ല വെച്ച വ്യവസ്ഥ പ്രകാരം പടപ്പുകൾ ഇവിടെ നിർവഹിച്ചു പോകുന്നു. ഈ കഴിവ് അള്ളാഹ്ക്ക് മാത്രം. സമസ്തക്കാർ പറഞ്ഞതോ അല്ല, ആ കഴിവ് ആർക്കുണ്ടാകും? നബിമാർക്കുണ്ടാകും, ഔലിയാക്കന്മാർക്കുണ്ടാകും. അങ്ങനെയാണ് സീയന്മാരും കോയപ്പാപ്പ അടക്കള പിരാന്തന്മാർ വരെ ഈ കഴിവുള്ളവരായിട്ട് മാറിയത്. അത് ശരിയല്ല എന്നാണ് 100 കൊല്ലം നമ്മൾ പഠിപ്പിച്ചത്. അതിൽ നിന്നാണ് 2002 മാറ്റമുണ്ടായത്. ജിന്നു മലക്ക് അഭൗതികമാണ്, അവരുടെ കഴിവൊക്കെ അഭൗതിക കഴിവാണ് എന്ന് പറയുകയും ശബാബിൽ ലേഖനം വന്ന ഹെഡിങ് തന്നെ അഭൗതിക ശക്തി അള്ളാഹു മാത്രമോ എന്നായിരുന്നു. അഭൗതിക ശക്തി അള്ളാഹു മാത്രമോ എന്ന് ശബാബിൽ ലേഖനം വന്നു. അത് അവരുടെ തൗഹീദിലെ മാറ്റമായി നമ്മളെല്ലാവരും ഇവിടെ സമൂഹത്തെ പഠിപ്പിച്ചു. എന്നാൽ 2013 ഫെബ്രുവരിയിൽ വിജിന്നേറ്റത്തിന് സമാനമായ ലേഖനം വന്നു. ജിന്ന് ഭൗതികമല്ല, അഭൗതികം തന്നെ. അതാണ് മാറ്റം. അതാണ് മാറ്റം. അതോടുകൂടി ജിന്നുകളെ ഇടപെടലുകൾ, ജിന്നുകളുടെ കേൾവികൾ, ജിന്നുകളുടെ മനുഷ്യന്മാരുമായുള്ള എന്തൊക്കെ മുആമലാത്തുണ്ടോ, പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ടത്, അവയെല്ലാം നിഷേധിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് മടവൂർ വിഭാഗം അല്ലെങ്കിൽ മർക്കസ് ദഅവക്കാർ സിഹിറിന് യാഥാർത്ഥ്യമില്ല എന്ന് പറഞ്ഞത്. സിഹിർ യാഥാർത്ഥ്യം ഉണ്ടാവണമെങ്കിൽ സാഹിറിനെ ശൈത്താൻ സഹായിക്കണം. ശൈത്താൻ അഭൗതികമാണ്. അപ്പൊ സാഹിറിനെ ശൈത്താൻ സഹായിക്കുന്നു വന്നാൽ അഭൗതികമായി അല്ലാഹുവിനെ സഹായിക്കുന്നു വരൂലേ, അപ്പൊ ശിർക്കാവൂലേ? അതുകൊണ്ട് സിഹിറിന് യാഥാർത്ഥ്യമില്ല. അവ യാഥാർത്ഥ്യമുണ്ട് എന്ന ഹദീസൊക്കെ ധാരാളം വന്നാൽ എന്ത് ചെയ്യും? ആ ഹദീസൊന്നും സ്വീകരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ ഹദീസ് നിഷേധിക്കേണ്ടി വന്നത്. കട്ടുകേൾവി അവിടെയാണ് ചർച്ചയായി വന്നത്. ജിന്നുകളും മനുഷ്യന്മാരും ഇടപെടുന്ന എന്തൊക്കെ വിഷയങ്ങൾ എവിടൊക്കെ പ്രമാണങ്ങളിൽ വന്നുവോ ആ പ്രമാണങ്ങളെ തള്ളിക്കളയേണ്ട ഗതി അതുകൊണ്ടാണ് വന്നത്. അതിൻ്റെ മറ്റൊരു പതിപ്പിലേക്കാണ് പിന്നീട് സിരിടവക്കാർ KN എന്ന പേരിൽ അവർ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. നമ്മെ സംബന്ധിച്ച് ജിന്നുകോട് ഇയ്യാക നസ്തഈൻ എന്ന ഇസ്തിആനത്ത് ജിന്നിനോട് നിർവഹിച്ചാലും ആട് നിർവഹിച്ചതൊക്കെ ശിർക്ക് തന്നെയാണ്. അതാണ് ഇബാദത്തായ ഇസ്തിആനത്ത്, അതാ ദുആ ആയ ഇസ്തിആനത്ത്. അതിനാണ് നമ്മൾ കഴിവിനപ്പുറം എന്ന് പറയുന്നത്. മലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് അതേക്കുറിച്ചാണ്. തൗഹീദുമായി ബന്ധപ്പെട്ട അസ്ലി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായത്തിനായി അർത്ഥിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ ഇസ്തിആനത്ത്, ആ ഇസ്തിആനത്ത് ഇബാദത്താണ്. ആ ഇബാദത്ത് പടച്ച റബ്ബിനോട് മാത്രമാണ്. ആ ഇസ്തിആനത്തെ കുറിച്ചാണ് ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ കഴിയാത്ത കാര്യങ്ങളിൽ, അഥവാ പടച്ച റബ്ബിന് മാത്രം കഴിയുന്ന കാര്യങ്ങളിൽ അതാണ് അസ്ബാബുകൾക്ക് അതീതമായത് എന്ന് പറഞ്ഞത്. അത്തരം തേട്ടം ഒരു പടപ്പിലേക്ക് പോയാൽ അതിനാണ് ശിർക്ക് എന്ന് പറയുക. അതല്ലാതെ ജിന്നോട് എന്ത് ചോദിച്ചാലും ശിർക്ക്, ജിന്നാണോ ശിർക്ക് എന്നൊരു അസ്ല് ഇസ്ലാമിൽ ഇല്ല. ശിർക്കാകണമെങ്കിൽ അള്ളാഹുൽ പങ്കു ചേർക്കണം. അള്ളാഹു ശിർക്ക് അള്ളാഹുവിന്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ പങ്കു ചേർക്കുമ്പോഴാണല്ലോ ശിർക്കാവുക. അതിനെ ശിർക്ക് എന്നറിയാം. അള്ളാഹുവിൽ പങ്കു ചേർക്കുക, അൽ ഇശ്റാഖു ബില്ലാഹ്, പടച്ച റബ്ബിൽ പങ്കു ചേർക്കുക. ഇവിടെ ഫീ ദാത്തിഹി വ സിഫാത്തിഹി വ അഫ്ആലിഹി, അവന്റെ സത്തയിൽ, അവന്റെ പ്രവൃത്തികളിൽ, അവന്റെ വിശേഷണങ്ങളിൽ. പടച്ച റബ്ബിന്റെ കേൾവി, അവന്റെ കാഴ്ച, അവന്റെ ഖുദ്റത്ത് കഴിവ്, അവന്റെ അറിവ് തുടങ്ങി അള്ളാഹുവിന്റെ സിഫാത്ത്, അവന്റെ അഫ്ആല് ഫിഅലുകൾ പ്രവൃത്തികൾ, അവന്റെ സത്ത, അവന് മാത്രം അവകാശപ്പെട്ട ഇബാദത്ത്, ഇവയൊക്കെ റബ്ബല്ലാത്തൊരാൾക്ക് സമർപ്പിച്ചാൽ അതിനാണ് ശിർക്ക് എന്ന് പറയാം. പങ്കു ചേർക്കൽ വരാതെ എങ്ങനെ ശിർക്ക് വരാം? അപ്പൊ മുഹീദ്ദീൻ ഷെയ്ഖ് ഈ ശബ്ദം കാണും, കേൾക്കും, ഈ സദസ്സ് കാണും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണല്ലോ. അതെങ്ങനെ ശിർക്കായത്? മുഹീദ്ദീൻ ഷെയ്ഖ് ഈ സദസ്സിനെ കാണും എന്ന് വിശ്വസിച്ചാൽ നമ്മൾ പറയും ശിർക്കാണ്. ജിന്നുകൾ ഈ സദസ്സിനെ കാണും എന്ന് വിശ്വസിച്ചാലോ ശിർക്കാണോ? അല്ല. എന്താ വ്യത്യാസം? മുഹീദ്ദീൻ ഷെയ്ഖ് സദസ്സ് കാണുകയില്ല. കാണുമെന്ന് വിശ്വസിക്കണമെങ്കിൽ മുഹീദ്ദീൻ ഷെയ്ഖിന് പടച്ച റബ്ബിന്റെ കാഴ്ച പോലെ കാഴ്ചയുണ്ട് എന്ന് വിശ്വസിച്ചോളണം.
അഥവാ വ്യവസ്ഥകൾക്ക് അതീതമായി, അസ്ബാബുകൾക്ക് അതീതമായ ഒരു കേൾവി, ഒരു കാഴ്ച. അപ്പൊ അള്ളാഹുവിന്റെ സിഫത്തായ, അവന്റെ വിശേഷണമായ സമഅ്, ബസർ, ഇൽമ്, ഖുദ്റത്ത് തുടങ്ങിയ സിഫത്തുകളിൽ അവൻ പങ്കു ചേർക്കണം. അല്ലാതെ മുഹീദ്ദീൻ ഷെയ്ഖ് ഈ സംസാരം കേൾക്കുമെന്നോ ഇത് കാണുമെന്നോ വിശ്വസിക്കാൻ പറ്റൂല. ഈ ജീവിച്ചപ്പോഴാണെങ്കിലും ഇപ്പൊ കാന്തപുരം മുസ്ലിയാർ വീട്ടിൽ നിന്നുകൊണ്ട് ഈ ശബ്ദം കേൾക്കും എന്ന് വിശ്വസിച്ചാലോ ശിർക്കാണ്. മരണമല്ല വ്യത്യാസം, മരണം ഒരു വ്യത്യാസമാണ്. എന്നാൽ അസ്ബാബുകൾക്ക് അതീതമായി, വ്യവസ്ഥകൾക്ക് അതീതമായി കാണും, കേൾക്കും, അറിയും, കഴിയും എന്ന വിശ്വാസമാണ് ശിർക്ക്. അത് ആ വിശ്വാസം തേടിയാലോ ആ തേട്ടമാണ് പ്രാർത്ഥന. അതാണ് മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ സദസ്സിനെ കാണും എന്നുള്ള വിശ്വസിച്ചാൽ തന്നെ അത് ശിർക്കായി. ഈ ശബ്ദം കേൾക്കും എന്ന് വിശ്വസിച്ചാൽ ശിർക്കായി. എന്നാൽ മലക്കുകൾ ഈ സദസ്സിനെ കാണും, ഇത് കേൾക്കും എന്ന് വിശ്വസിച്ചാലോ ശിർക്കല്ല. ജിന്നുകൾ ഈ സംസാരം കേൾക്കും, ഈ സദസ്സിനെ കാണും എന്ന് വിശ്വസിച്ചാലോ ശിർക്കല്ല. എന്താ കാരണം? അവർക്ക് വ്യവസ്ഥ ഉണ്ട്. വരാനും പോവാനും നടക്കാനും ഇരിക്കാനും കാണാനും കേൾക്കാനും എല്ലാമുള്ള ഒരു വ്യവസ്ഥ അവർക്കുണ്ട്. എന്നാൽ ലോകത്ത് എവിടെങ്കിലുമുള്ള ഒരു ജിന്ന് ഈ സദസ്സ് കാണും വിശ്വസിച്ചാലോ അവിടെ ശിർക്കായി. മരിച്ചുപോയ ജിന്ന് ഈ സദസ്സ് കാണും വിശ്വസിച്ചാലോ ശിർക്കായി. അപ്പൊ വ്യവസ്ഥയില്ല, വ്യവസ്ഥകൾക്ക് അപ്പുറത്താണ്. ഇനി കാണണമെങ്കിൽ വ്യവസ്ഥകൾക്ക് അതീതമായ കഴിവുണ്ടാകണം. ആ സമഅ് അല്ലാഹു തആലക്ക് മാത്രം. അത്തരം സമഅ്, ബസർ, ഇൽമ്, ഖുദ്റത്ത് തുടങ്ങി ഏതെങ്കിലും സിഫാത്തിൽ പടച്ചറബിൽ പങ്കു ചേർത്താൽ അതിനാണ് ശിർക്ക് എന്ന് പറയാം. ഫീ സിഫാത്തിഹി വ സിഫാത്തിഹി വ അഫ്ആലിഹി, അവന്റെ സത്തയിൽ, പ്രവർത്തികളിൽ, വിശേഷണങ്ങളിൽ ഒരാളെ പങ്കു ചേർത്താൽ അതിനാണ് അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറയാം. അത് എവിടെ വന്നോ അവിടെ ശിർക്കായി. ആ പങ്കു ചേർക്കൽ വരാതെ എങ്ങനെ ശിർക്ക് എന്ന് പറയാം? അതാണ് വ്യത്യാസം. അതാണ് അബ്ദുൽ ജബ്ബാർ മൗലവി റഹിമഹുല്ലാഹ് എഴുതിയത്. ഒരു ശബ്ദം കേട്ടു, ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാമെന്ന് കരുതി ഒരു വെളിച്ചം തരാമോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥന എന്ന് പറയില്ല എന്നായിരുന്നു. അത് ജബ്ബാർ മൗലവിയുടെ വാചകം. ഒരു ശബ്ദം കേട്ടു, അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സബബുണ്ടായി. ശബ്ദം കേട്ടു എന്ന് പറഞ്ഞാൽ സബബുണ്ടായി. ആ ശബ്ദം ആരാ എന്താ ഒന്നും അറിയില്ല, മനുഷ്യനല്ല എന്ന് ഉറപ്പാണ്. അപ്പൊ ഒരു വെളിച്ചം തരാമോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് പ്രാർത്ഥന എന്ന് പറയില്ല. ഇതാണ് ജബ്ബാർ മൗലവി എഴുതിയത്. അമീർ ഫൈസി ചോദിച്ചു, നിങ്ങൾ പറഞ്ഞല്ലോ അഭൗതികമായ കേൾവിയും കാഴ്ച അല്ലാഹ്ക്കുള്ളൂ എന്ന് പറഞ്ഞല്ലോ, എങ്കിൽ ജിന്നുകൾ കാണും കേൾക്കും വിശ്വസിക്കണില്ലേ, അപ്പൊ നിങ്ങൾ തൗഹീദ് പൊളിഞ്ഞില്ലേ? അതിന് അബ്ദുൽ ജബ്ബാർ മൗലവി റഹിമഹുല്ലാഹ് കൊടുത്ത മറുപടിയാണ് ഈ ജബ്ബാർ മൗലവി തുറക്കൽ ജബ്ബാർ മൗലവി അദ്ദേഹം നൽകിയ മറുപടിയാണ്. ഈ ശബ്ദം കേട്ടപ്പോൾ ഒരാൾ ചോദിച്ചു, അതിന് പ്രാർത്ഥന എന്ന് പറയില്ല. എന്നാൽ അതിന്റെ ബാക്കി കാണാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴും ജിബ്രീലിനോട് എന്നെ ഈമാനോടെ മരിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാണ് താനും. ജിബ്രീൽ മുമ്പിൽ വന്നു ഇത് സങ്കല്പിക്കുക, മുമ്പിലുള്ള ജിബ്രീലിനോട് എന്നെ ഈമാനോടെ മരിപ്പിക്കണേ എന്ന് പറഞ്ഞാലോ അത് പ്രാർത്ഥനയാണ്. കാരണം എന്താ? ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹ്ക്കല്ലാതെ കഴിയാത്ത കാര്യം എന്ന് പറഞ്ഞ അസ്ബാബുകൾക്ക് അതീതമായ കാര്യമാണ് ഇവിടെ ചോദിക്കുന്നത്. അത് ശിർക്കുമാണ്. ഇതാണ് ഇതിന്റെ അസ്ല്. ആ അസ്ലിനെയാണ് 2002 2012 ഇത്തരം ആളുകൾ അതിനെ അട്ടിമറിച്ചത്. അതുകൊണ്ടാണ് ഹദീസ് നിഷേധങ്ങൾ, ഇൻകാറു സുന്ന, അൽ അഖ്ലാനിയ്യ ഇതൊക്കെ വ്യാപകമായി സമൂഹത്തിൽ വന്നത് ഈ കാരണം കൊണ്ടാണ്. അതിൻ്റെ ഭാഗമായി ധാരാളം ആയത്തുകളെ തെറ്റായി വ്യാഖ്യാനിക്കേണ്ടി വന്നു, ധാരാളം ഹദീസുകളെ നിഷേധിക്കേണ്ടി വന്നു, പല ഹദീസുകൾക്കും മറ്റു ചില അർത്ഥങ്ങൾ കൽപ്പിച്ച് അതിനെ വ്യാഖ്യാനിച്ച് കൊണ്ടുപോകേണ്ടി വന്നു. പ്രമാണങ്ങൾ മൻഹജിൽ അനുസരിച്ച് സ്വീകരിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു. നേരത്തെ അബൂ ഖുസൈഫ് പറഞ്ഞല്ലോ എന്താ മൻഹജ് എന്ന്. അപ്പം മുൻഗാമികൾ സലഫുസ് സ്വാലിഹീകൾ അവരെങ്ങനെയാണോ ആയത്തുകളെ ഹദീസുകളെ മനസ്സിലാക്കിയത്, അങ്ങനെ മനസ്സിലാക്കിയതിന് മാറിയിട്ട് സ്വന്തമായ തരത്തിലേക്ക് വ്യാഖ്യാനങ്ങളിലേക്ക് പോകേണ്ടി വന്നു. ഇതാണ് ഈ വിഷയത്തിൻ്റെ ആകത്തുക. ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഹാദാ വല്ലാഹു അഅലം.